ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു ബർത്ത്ഡേ ആണ്, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് എനിക്കൊരു മന്തി വാങ്ങിത്തരുമോ എന്ന് നമുക്കൊരാളോട് ചോദിക്കണമെങ്കിലോ ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് എനിക്കൊരു മന്തി വാങ്ങിത്തരുമോ. ഈ മന്തി എന്നുള്ളിടത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് മന്തി എന്നാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ പറയാം? നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് എനിക്കൊരു മന്തി വാങ്ങിത്തരുമോ എന്നാണ്. സോ ഇവിടെ നമ്മൾ റിക്വസ്റ്റ് രൂപത്തിലാണെങ്കിൽ നമുക്കവിടെ ക്യാൻ യൂസ് ചെയ്ത് ചോദിക്കാം, കുഡ് യൂസ് ചെയ്ത് ചോദിക്കാം, പല രീതിക്ക് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇനി ചുമ്മാ ഒന്ന് വെറുതെ ചോദിക്കുകയാണെങ്കിൽ വില്ല് യൂസ് ചെയ്തും ചോദിക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് തന്നെ ക്യാൻ യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, സോ ക്യാൻ യു ഗെറ്റ് മീ എ മന്തി പ്ലീസ് എന്ന് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ഫ്ലുവൻ്റ് ആവും കേട്ടോ. അപ്പോൾ ഇവിടെ ഗെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബൈക്ക് പകരമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫ്ലുവൻ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, സോ ക്യാൻ യു ഗെറ്റ് മീ എ മന്തി പ്ലീസ്. ഇനി നമ്മളവിടെ വില്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ക്യാൻ ഉള്ളിടത്ത് വില്ല് യൂസ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഗെറ്റിന് പകരം ബൈ യൂസ് ചെയ്തും പറയാം. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റൻസ് പറയാം. നെക്സ്റ്റ്, ഈ മന്തി എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് അല്ലേ. ചിക്കൻ മന്തിയുണ്ട്, ബീഫ് മന്തിയുണ്ട്, മട്ടൻ മന്തിയുണ്ട്, പലതുണ്ട്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് ചിക്കൻ മന്തിയാണോ ബീഫ് മന്തിയാണോ വേണ്ടത് എന്ന് ചോദിക്കണമെങ്കിലോ, നിനക്ക് ചിക്കൻ മന്തിയാണോ ബീഫ് മന്തിയാണോ വേണ്ടത് അല്ലേ. ഡു യു വോണ്ട്, നിനക്ക് വേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു വോണ്ട്, അവിടെ ഒരു വ്യത്യാസമില്ല. ഡു യു വോണ്ട് ചിക്കൻ മന്തി ഓർ ബീഫ് മന്തി? ഡു യു വോണ്ട് ചിക്കൻ മന്തി ഓർ ബീഫ് മന്തി? നിനക്ക് ചിക്കൻ മന്തിയാണോ ബീഫ് മന്തിയാണോ വേണ്ടത്? ഓക്കെ. ഇനി ഈ വോണ്ടിന് പകരം നമുക്ക് വുഡ് യു ലൈക്ക് എന്ന് യൂസ് ചെയ്ത് ചോദിക്കാം കേട്ടോ. വുഡ് യു ലൈക്ക് ചിക്കൻ മന്തി ഓർ ബീഫ് മന്തി എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇതൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എല്ലാ സെൻറ്റൻസും പറയുന്നത്. അപ്പം വുഡ് യു ലൈക്ക് ചിക്കൻ മന്തി ഓർ ബീഫ് മന്തി? ഓക്കെ. ഇനി അതിനൊരു റിപ്ലൈ ആയിട്ട് പറയുകയാണ്, എനിക്ക് ചിക്കൻ മന്തിയാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ചിക്കൻ മന്തിയാണ് ഇഷ്ടം, പക്ഷെ ബീഫ് മന്തിയും കഴിക്കും എന്ന് പറയാറുണ്ടല്ലോ. കൂടുതൽ ഇഷ്ടം എന്താണ്? ചിക്കൻ മന്തിയാണ്. അപ്പം അത് സിമ്പിളായ രീതിയിൽ നമുക്കിങ്ങനെ പറയാം, ഐ ലൈക്ക് ചിക്കൻ മന്തി ബട്ട് ഐ ഈറ്റ് ബീഫ് മന്തി ടു. ചിക്കൻ മന്തിയാണ് എനിക്കിഷ്ടം, പക്ഷേ ബീഫ് മന്തിയും കഴിക്കും. അതിന് വേണ്ടിയിട്ടാണ് ടു എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി എനിക്ക് ചിക്കൻ മന്തിയാണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ ബീഫ് മന്തിയും കഴിക്കും. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഈ കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രിഫർ എന്ന് ആഡ് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ പറയാം? ഐ പ്രിഫർ ചിക്കൻ മന്തി അല്ലേ. കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫർ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഐ പ്രിഫർ ചിക്കൻ മന്തി ബട്ട് ഐ ഈറ്റ് ബീഫ് മന്തി ടു, അല്ലെങ്കിൽ ആസ് വെൽ എന്ന് പറയാം കേട്ടോ. ഈ ടുവിന് പകരമാണ് നമ്മൾ ആസ് വെൽ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ പ്രിഫർ ചിക്കൻ മന്തി ബട്ട് ഐ ഈറ്റ് ബീഫ് മന്തി ആസ് വെൽ, അല്ലെങ്കിൽ ടു എന്നൊക്കെ പറയാം. ഓക്കെ. നെക്സ്റ്റ്, ഓരോ ആളുകൾക്ക് പല ആഗ്രഹങ്ങളായിരിക്കും അല്ലേ. ഹോട്ടലിൽ പോയി കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകും, വീട്ടിൽ വെച്ച് കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. അപ്പോൾ നിനക്ക് ഹോട്ടലിൽ പോയി കഴിക്കണോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഒരാളോട് നമുക്ക് അങ്ങനെ ചോദിക്കണം, നിനക്ക് ഹോട്ടലിൽ പോയി കഴിക്കണോ എന്ന് ചോദിക്കണമെങ്കിലോ ആ ഒരു ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ ഡു യു വോണ്ട് ടു ഈറ്റ് അറ്റ് ദ ഹോട്ടൽ? ഡു യു വോണ്ട് ടു ഈറ്റ് അറ്റ് ദ ഹോട്ടൽ? നിനക്ക് ഹോട്ടലിൽ പോയി കഴിക്കണോ? അല്ലെങ്കിൽ ഒന്നും കൂടി അഡ്വാൻസ് ലെവലായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഡു യു വോണ്ട് ടു ഗോ ടു ദ ഹോട്ടൽ ആൻഡ് ഈറ്റ്? നിനക്ക് ഹോട്ടലിൽ പോയി കഴിക്കണോ? നെക്സ്റ്റ്, എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി.
എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നെങ്ങനെ പറയാ? ഇറ്റ്സ് ഇനഫ് ഇഫ് യു ബ്രിങ് ഇറ്റ് ഹോം ഫോർ മീ. നമുക്ക് ചിക്കൻ മന്തി വാങ്ങാം. നമുക്ക് ചിക്കൻ മന്തി വാങ്ങാം എന്നെങ്ങനെ പറയാം? നമുക്ക് വാങ്ങാം. ലെറ്റ്സ് ബൈ. അല്ലേ, ലെറ്റ്സ് ബൈ ചിക്കൻ മന്തി. ലെറ്റ്സ് ബൈ ചിക്കൻ മന്തി. നെക്സ്റ്റ് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ചിക്കൻ മന്തി വാങ്ങട്ടെ. ഒരാളോട് സമ്മതം ചോദിക്കുകയാണ് അല്ലേ, ഞാൻ ചിക്കൻ മന്തി വാങ്ങട്ടെ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലെറ്റ് യൂസ് ചെയ്യാം. ലെറ്റ് മീ ബൈ ചിക്കൻ മന്തി എന്ന് പറയാം. നേരത്തെ ലെറ്റ് അസ് ആയിരുന്നു, ഇപ്പം ലെറ്റ് മീ, ഞാൻ വാങ്ങട്ടെ എന്നാണ്. അതുകൊണ്ട് തന്നെ ലെറ്റ് മീ ബൈ ചിക്കൻ മന്തി. ഓക്കെ, നെക്സ്റ്റ് നീ പോയി ചിക്കൻ മന്തി വാങ്ങി വരൂ, ഞാൻ വീട് വൃത്തിയാക്കട്ടെ എന്നെങ്ങനെ പറയാ? നീ പോയി ചിക്കൻ മന്തി വാങ്ങി വരൂ, ഞാൻ വീട് വൃത്തിയാക്കട്ടെ. നമുക്കൊക്കെ പറയാൻ പറ്റുന്നൊരു സെന്റൻസ് ആണല്ലേ. യു ഗോ ആൻഡ് ഗെറ്റ് ദ ചിക്കൻ മന്തി. നീ പോയി ചിക്കൻ മന്തി വാങ്ങൂ എന്നാണ്. അപ്പോൾ യു ഗോ, നീ പോകൂ, ആൻഡ് ഗെറ്റ് ചിക്കൻ മന്തി. ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങൂ എന്നാണ്. ബൈക്ക് പകരം നമ്മൾ യൂസ് ചെയ്യും അല്ലേ. ഗെറ്റ് ദ ചിക്കൻ മന്തി, നീ ചിക്കൻ മന്തി വാങ്ങി വരൂ. അപ്പോൾ യു ഗോ ആൻഡ് ഗെറ്റ് ദ ചിക്കൻ മന്തി. I will clean home. I will clean the house. അപ്പം നീ പോയി ചിക്കൻ മന്തി വാങ്ങൂ, അല്ലെങ്കിൽ നീ പോയി ചിക്കൻ മന്തി വാങ്ങി വരൂ, ഞാൻ വീട് വൃത്തിയാക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഇതൊരു ഭാവി കാര്യമാണ് പറയുന്നത് അല്ലെ, ഫ്യൂച്ചറാണ്. അപ്പം നമ്മൾ എങ്ങനെ പറയാം? യു ഗോ ആൻഡ് ഗെറ്റ് ദ ചിക്കൻ മന്തി, ഐ വിൽ ക്ലീൻ ദ ഹൗസ്. ഓക്കെ, നെക്സ്റ്റ് ചിക്കൻ മന്തിക്ക് എത്ര രൂപ വിലയുണ്ട്? നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, ഹോട്ടലിൽ പോയി ചോദിക്കാം. ഇനി ആരെങ്കിലും നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ചിക്കൻ മന്തിക്ക് എത്ര രൂപ വിലയുണ്ട്. എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ്. അപ്പം വില ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ മച്ച് ഡസ് ചിക്കൻ മന്തി കോസ്റ്റ്? ഹൗ മച്ച് ഡസ് ചിക്കൻ മന്തി കോസ്റ്റ്? ചിക്കൻ മന്തിക്ക് എത്ര രൂപ വിലയുണ്ട്? നെക്സ്റ്റ്, ഞാൻ 200 രൂപ തരാം, ബാക്കി നീ കൂട്ടിക്കോളൂ. ഞാൻ 200 രൂപ തരാം, ബാക്കി നീ കൂട്ടിക്കോളൂ. ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഐ വിൽ ഗിവ് 200 റുപ്പീസ്. ഐ വിൽ ഗിവ് 200 റുപ്പീസ്. ഞാൻ 200 രൂപ തരാം, ബാക്കി നീ കൂട്ടിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് യു കവർ ദ റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിമൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ബാക്കി എന്നാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐ വിൽ കവർ ദ റെസ്റ്റ്. ഐ വിൽ ഗിവ് 200 റുപ്പീസ്, യു കവർ ദ റെസ്റ്റ്. 200 റുപ്പീസ് ഞാൻ തരാം, ബാക്കി നീ കൂട്ടിക്കോളൂ. ഇനി റിമൈനിങ് യൂസ് ചെയ്തും ഇത് പറയാട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ പറയണം, എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. ഐ ഹാവ് 500 റുപ്പീസ് ഇൻ മൈ ഹാൻഡ്. ഐ ഹാവ് 500 റുപ്പീസ് ഇൻ മൈ ഹാൻഡ്. എൻ്റെ കയ്യിൽ 500 റുപ്പീസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് 500 റുപ്പീസ് ഇൻ മൈ ഹാൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഹാവ് 500 റുപ്പീസ് വിത്ത് മീ അല്ലേ, ഐ ഹാവ് 500 റുപ്പീസ് വിത്ത് മീ. ഇതൊക്കെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന സെൻറ്റൻസ്. അപ്പോൾ ഈ രണ്ട് രീതിക്കും നമുക്ക് ഇത് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഇന്നലെ നീ കൊണ്ടുവന്ന മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ നീ കൊണ്ടുവന്ന മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് എങ്ങനെ പറയുക? ദ മന്തി യു ബ്രോഡ് യെസ്റ്റർഡേ. ഇന്നലെ നീ കൊണ്ടുവന്ന മന്തി വാസ് റിയലി ടേസ്റ്റ്. വാസ് റിയലി ടേസ്റ്റ് അല്ലേ. വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു എന്നാണ്. റിയലി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ മന്തി ഇഷ്ടപ്പെട്ടു അല്ലേ, എനിക്ക് ഈ മന്തി ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ചിലപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ പറയാറുണ്ട്, എനിക്ക് ഈ മന്തി ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ടല്ലോ. ഐ ലൈക്ക്ഡ് ദിസ് മന്തി. ഐ ലൈക്ക്ഡ് ദിസ് മന്തി. എനിക്ക് ഈ മന്തി ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക്ഡ് ദിസ് ബിരിയാണി എന്നൊക്കെ പറയാട്ടോ. നമുക്ക് മന്തി കഴിക്കാൻ ഹോട്ടലിൽ പോകാം. നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു എ ഹോട്ടൽ ടു ഈറ്റ് മന്തി. ലെറ്റ്സ് ഗോ ടു എ ഹോട്ടൽ. നമുക്കൊരു ഹോട്ടലിൽ പോകാം. ടു ഈറ്റ് മന്തി, മന്തി കഴിക്കാൻ. ഓക്കെ, നെക്സ്റ്റ്, നിനക്ക് മയോണൈസ് കിട്ടിയോ അല്ലേ. മന്തിയുടെ കൂടെ കഴിക്കുന്ന ഒരു സാധനമാണ് മയോണൈസ്. അപ്പം നിനക്ക് മയോണൈസ് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് മയോണൈസ്? നിനക്ക് മയോണൈസ് കിട്ടിയോ? ഞാൻ മയോണൈസ് കഴിക്കാറില്ല അല്ലേ, ആ ഒരു പതിവില്ല. ഐ ഡോണ്ട് ഈറ്റ് മയോണൈസ്. ഞാൻ മയോണൈസ് കഴിക്കാറില്ല. നെക്സ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ. നിന്റെ ബർത്ത്ഡേ പൊളിച്ചു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്
ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിന്റെ ബർത്ത്ഡേ പൊളിച്ചു എന്നെങ്ങനെ പറയാം? അതായത് നിന്റെ ബർത്ത്ഡേ നന്നായി ഭംഗിയായി എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മലയാള വാക്കാണ് പൊളിച്ചു. നിന്റെ ബർത്ത്ഡേ പൊളിച്ചു. ഈ പൊളിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ യൂസ് ചെയ്യാം കേട്ടോ. റോക്കഡ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നൈൽഡ് എന്ന് യൂസ് ചെയ്യാം, നൈൽഡ് എന്ന് യൂസ് ചെയ്യാം. ഓസം, യു റോക്കഡ് യുവർ ബർത്ത്ഡേ, നിന്റെ ബർത്ത്ഡേ പൊളിച്ചു. ഇനി ഇങ്ങനെ പറയാണ്, യു നൈൽഡ് യുവർ ബർത്ത്ഡേ, അല്ലേ? യു നൈൽഡ് യുവർ ബർത്ത്ഡേ, നിന്റെ ബർത്ത്ഡേ പൊളിച്ചു. ഇനി ലാസ്റ്റ് ഇങ്ങനെ പറയാണ്, യുവർ ബർത്ത്ഡേ വാസ് ഓസം, യുവർ ബർത്ത്ഡേ വാസ് ഓസം, യുവർ ബർത്ത്ഡേ വാസ് ഓസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ പൊളിച്ചു എന്നാണ്. ഇനി ഞാനൊരു സെൻറ്റൻസ് പറയാണ്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലോ. ഇനി ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, നിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, പറ്റിയില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ നിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ മുമ്പത്തെ വീഡിയോസുകൾ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റിലുള്ള എല്ലാ വീഡിയോസും ഒന്ന് കണ്ടിട്ട് സെൻറ്റൻസ് ക്രിയേറ്റിംഗ് ഒക്കെ പഠിക്കുക കേട്ടോ. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞു വീഡിയോസ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അതും കൂടി ഒന്ന് കയറിയിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.